हरि ओम। ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभङ्गं लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यं वन्दे विष्णुं भवभयहरं सर्वलोकैकनाथम्। 17-18 उपेन्द्रो वामन प्रांशुर अमोघ शुचिरूर्जित अतीन्द्र संग्रह सर्गो धृतात्मा नियमो यमा वेद्यो वैद्यः सदा योगी वीरः माधवो मधु अतीन्द्रियो महामायो महोत्साहो महाबला। അപ്പോൾ ഇന്നത്തെ നാമം 162 യമ എന്നുള്ള നാമമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. യമ എന്ന് വെച്ചാൽ അന്തര്യാമിനിയായി നിയമനം ചെയ്യുന്നവൻ അർത്ഥം. പ്രപഞ്ചത്തെ തൻ്റെ എന്താ പറയുക ശക്തിയായ ആജ്ഞയിൽ നിർത്തുന്നവൻ, ഓൾമൈറ്റി എന്നൊക്കെ പറയില്ലേ, ഗോഡ് ഓൾമൈറ്റി. തൻ്റെ ശക്തിയിലാണ് എല്ലാവരെയും നിർത്തിയിരിക്കുന്നത്. ഇത് വ്യഷ്ടി ആയിട്ടും എടുക്കാം, സമഷ്ടിയായിട്ടും എടുക്കാം. വ്യഷ്ടിയായിട്ട് എടുത്താൽ എൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് അധിപനായിട്ട് എൻ്റെ മനസ്സ്, എൻ്റെ ബുദ്ധി, ആ മനസ്സിനെയും ബുദ്ധിയും പ്രചോദിപ്പിക്കുന്നത് എന്നിലുള്ള ആത്മാവ്, ജീവാത്മാവ്. അപ്പോൾ ആ ജീവാത്മാവിൻ്റെ ശക്തി കൊണ്ടാണ് ഈ മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും എല്ലാം പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആജ്ഞ അനുസരിച്ചാണ് ഈ പ്രയത്നമൊക്കെ നടത്തുന്നത്. നമ്മളുടെ വ്യക്തിപരമായിട്ട് വ്യഷ്ടിഭാവത്തിൽ നോക്കുകയാണെങ്കിൽ, സമഷ്ടിഭാവത്തിലാണെങ്കിൽ വിശ്വം, പ്രപഞ്ചം മുഴുവൻ നടത്തുന്നത്, പ്രപഞ്ച വ്യവഹാരങ്ങളെല്ലാം നടക്കുന്നത്, സൂര്യോദയം സൂര്യോസ്തമനം എല്ലാം എന്തൊക്കെ വേണം അതെല്ലാം നടക്കുന്നത് ഭഗവാന്റെ ആജ്ഞാശക്തി കൊണ്ടാണ്. അതിനുള്ള നിയമങ്ങളും ബൈലോസും മാനുവലും ഒക്കെ റെഡി അതാത് സ്ഥലത്ത് അതാത് ആൾക്കാർക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അർത്ഥം. അതാണ് യമ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അപ്പം പരമാത്മാവായ ഭഗവാൻ ഓരോ സൃഷ്ടിയുടെയും അന്തര്യാമിയാകയാൽ, അല്ലേ, ഓരോ സൃഷ്ടിയുടെയും അന്തര്യാമിയാണ് ഭഗവാൻ. ആനയിലുമുണ്ട്, പേനിലുമുണ്ട്, പൂച്ചയിലുമുണ്ട്, ആടിലുമുണ്ട്, കുരങ്ങനിലുമുണ്ട്, കുറുക്കനിലുമുണ്ട്, മനുഷ്യനിലുമുണ്ട്, എല്ലാവരിലുമുണ്ട്. ഓരോ സൃഷ്ടിയുടെയും അന്തര്യാമിയായിരിക്കുന്നതാണ്. അതുകൊണ്ട് അതിൻ്റെ ബുദ്ധിയെ, അതായത് ഈ ജീവികളുടെ ബുദ്ധിയെ, അതാത് സൃഷ്ടികളുടെ ബുദ്ധിയെ ആ സൃഷ്ടിയുടെ കർമാനുസാരണം നയിക്കുന്നു. കർമ്മത്തിനനുസരിച്ചിട്ടാണല്ലോ ബുദ്ധി പ്രവർത്തിക്കുക. എപ്പോഴും ബുദ്ധി കർമാനുസാരിണി എന്നല്ലേ പറയാം. നമ്മളെത്ര വേണ്ടെന്ന് വെച്ചാലും ചില കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ കർമ്മത്തിനനുസരിച്ചിട്ട് നമുക്ക് ബുദ്ധി ആ സമയത്ത് പ്രവർത്തിക്കുള്ളൂ. നമ്മളങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്നത് അതെന്താ? ഭഗവാന്റെ ആജ്ഞ അങ്ങനെയാണ്. ഈ വഴി കൂടെ നീ പൊക്കോ, ഇവിടെ കൊണ്ടുപോകോ, വേറെ വഴി പോകണമെങ്കിൽ നമുക്ക് പറ്റില്ല, ആ വഴി കൂടെ കൊണ്ടുപോകുള്ളൂ. കാരണം ബുദ്ധി കർമാനുസാരിണി. അപ്പോൾ നമ്മളുടെ പ്രാരാബ്ധങ്ങളും വാസനകളും കർമ്മഫലങ്ങളും അനുസരിച്ച രീതിയിൽ നമ്മളുടെ ജീവാത്മാവ് നമ്മളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രചോദിപ്പിക്കുക, അല്ലെങ്കിൽ പ്രകാശിപ്പിക്കുക, അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കുക, അതിനുള്ള കർമ്മശേഷി കൊടുക്കുക ഒക്കെ ഭഗവാനാണ് ചെയ്യുന്നത്.
വ്യഷ്ടിയായിട്ടെടുത്താലും സമഷ്ടിയായിട്ടെടുത്താലും. ഭഗവാനിൽ ആശ്രയിച്ച് ഭഗവാന്റെ ഭക്തിയോടുകൂടി കഴിയുന്നവരെ, ഭഗവത് ഭക്തിയോടുകൂടി കഴിയുന്നവരെ സദ്മാർഗത്തുകൂടെ നടക്കുള്ളൂ. അവർക്ക് നേർവഴി നടക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, അവർക്കൊരു ക്ലേശവുമില്ല, ഭഗവാന്റെ ആജ്ഞ പാലിക്കാൻ ഒരു ക്ലേശവുമില്ല. നേരെ മറിച്ച് നീചവാസനകളോടുകൂടി വന്ന ചിത്തവും അഹങ്കാരവും മനസ്സും ബുദ്ധിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജീവാത്മാവ് ധർമ്മ സ്വരൂപമായതുകൊണ്ട് ധർമ്മസ്വരൂപത്തിൽ കൂടെ നടക്കുന്നത് അദ്ദേഹം പ്രിഫർ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഈ ചെകുത്താൻ ആ വഴി കൂടെ പോകാൻ തയ്യാറല്ല. എത്ര പറഞ്ഞാലും തിരിച്ചാണ്, നിങ്ങളുടെ വഴി തെറ്റിയിട്ടാണ് പോണത്. പക്ഷേ വഴി തെറ്റിപ്പോണത് തിരുത്താനും പറ്റില്ല, കർമ്മവാസന അത്രയ്ക്കുണ്ട്. പോണത് വലിയ ഇഷ്ടമില്ല, നല്ലതല്ല അവൻ ഇങ്ങനെയൊരു പോക്ക്. അപ്പോൾ അവിടെ ചെറിയൊരു എന്താ പറയുക, പിരിമുറുക്കം ഉണ്ടാവും, ഒരു നന്നായിട്ട് ജല്ലിയില്ല, യോജിച്ച് പോവില്ല, അല്ലേ? അങ്ങനല്ലേ അങ്ങനെയൊക്കെ ഇന്നിപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെയല്ലേ കാണുന്നത്. ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ, രാഷ്ട്രീയം പറയില്ല. സെൻട്രൽ ഗവൺമെൻറ്റും ഫെഡറൽ ഗവൺമെൻറ്റും എടുക്കുക, സ്റ്റേറ്റ് ഗവൺമെൻറ്റും എടുക്കുക. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിക്ഷിപ്തമായ നയങ്ങൾ, ചില നയങ്ങൾ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് ചില സമയത്ത് ഘടകവിരുദ്ധമായിട്ടാവും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ, യോജിക്കുന്നുണ്ടാവില്ല. അങ്ങനെ ഒരു അവസരത്തിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിലുള്ള പാർട്ടിയല്ല സ്റ്റേറ്റ് ഗവൺമെൻറ് ഭരിക്കണമെന്ന് വിചാരിച്ചാൽ ആ ഭരണം അത്ര സുഖമായിട്ട് പോവോ? ഇല്ല. കാരണം അവർ പറഞ്ഞ് ഇവർ കേൾക്കില്ല. എന്തിനാ പറയണം, ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള അധികാരമുണ്ട്. ബുദ്ധി പറയും, ജീവാത്മാവൊക്കെ അങ്ങനെ പറയും, എനിക്ക് എൻ്റെ കാര്യം ഞാൻ ഡിസൈഡ് ചെയ്യും, അല്ലേ? മനസ്സായ അങ്ങനെയല്ലേ? പിന്നെ എന്താ സംശയം? ഇനിയിപ്പോൾ ഞാൻ ഇന്ദ്രിയങ്ങളോടും ചോദിച്ചു വരാം, അവരെന്താ പറയണമെന്ന് നോക്കട്ടെ. ഫുൾ ക്യാബിനറ്റ് കൂടിയിട്ട് അവർ തീരുമാനം എടുക്കും, സെൻട്രൽ ഗവൺമെൻറ് പറയണമെന്ന് ശരിയല്ല. അപ്പോൾ എന്തായി, സെൻട്രൽ ഗവൺമെൻറ്റിന് ഇത് അനുവദിക്കാണ്ടിരിക്കാനും പറ്റില്ല, ശരിക്കും പറഞ്ഞാൽ അനുവദിക്കാനും പറ്റില്ല. അങ്ങനൊരു ധർമ്മസങ്കടത്തിലാണ് സെൻട്രൽ ഗവൺമെൻറ് വിടുക. അപ്പോൾ എന്ത് പറ്റും? ഭരണത്തിൽ ചെറിയൊരു പിരിമുറുക്കം വരും. ഭരണത്തിൽ പിരിമുറുക്കം വരിക എന്ന് പറഞ്ഞാൽ നിത്യ സംഭവങ്ങളിൽ പിരിമുറുകും. അതന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ധർമ്മത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും സംഘട്ടനം. ഒരാൾ പറയും അങ്ങോട്ട് പോവുക, ഒരാൾ പറയും അങ്ങോട്ട് പോവുക. അവസാനം ഓക്കെ, എൻ്റെ കർമ്മം എൻ്റെ വഴിക്ക് നീ പൊക്കോ, പക്ഷെ എനിക്ക് വലിയ തൃപ്തിയൊന്നുമില്ല നീ ആ വഴി കൂടെ പോണത്. എൻ്റെ വലിയ സപ്പോർട്ടും ഒന്നും കരുതണ്ട. എവിടെയെങ്കിലും തട്ടിപ്പടഞ്ഞ് വീണ് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് വിളിച്ച് സെക്യൂരിറ്റിയെ വിളിച്ച് ആളെ എടുപ്പിക്കാനും എന്നെ കൊണ്ട് സഹായിക്കില്ല, എൻ്റെ വഴി തന്നെ നീ നോക്കിപ്പോക്കോ. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പിരിമുറുക്കങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് എപ്പോഴും ധർമ്മത്തിൻ്റെയും അധർമ്മത്തിൻ്റെയുള്ള സംഘടന കാരണമാണ്. നേരെ മറിച്ച് ജീവാത്മാവാണ് എല്ലാം നിയന്ത്രിക്കുന്നതെന്നുണ്ടെങ്കിൽ യസ് സർവാണി ഭൂതന്യ അന്തരോയമതി, ബൃഹദാരണ്യക ഉപനിഷത്തിൽ പറയും, യസ് സർവാണി ഭൂതന്യ അന്തരേയം യതി. ഏതൊരുവനാണോ എല്ലാ ഭൂതങ്ങളെയും അകത്തിരുന്ന് നിയന്ത്രിക്കുന്നുവോ ധർമ്മത്തിന് വിരുദ്ധമായിട്ട് പോകുന്ന വ്യക്തിയെ നിയന്ത്രിക്കുന്നതും ഈ ജീവാത്മാവ് തന്നെയാണ്. കാരണം ജീവാത്മാവാണ് ഈ അധർമ്മത്തിലൂടെ പോകാനുള്ള ശേഷിയും കൊടുക്കുന്നത്, അല്ലേ? ഭഗവാൻ തന്നെയല്ലേ. ഭഗവാന്റെ ശേഷിയില്ലാണ്ട് ഒരു വഴി കൂടി നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവൻ അധർമ്മത്തിൽ കൂടെ പോയിട്ട് കുറേ കഴിഞ്ഞ് ചുറ്റി തിരിഞ്ഞ് ലോകം ചുറ്റും ഉലകം ചുറ്റും വാലിബൻ എന്ന് പറഞ്ഞ പോലെ ചുറ്റി തിരിഞ്ഞ് അവസാനം ഘടന വരും. പക്ഷെ അതുവരെ ഇങ്ങോട്ട് ഈ ലൈറ്റും കത്തിച്ച് പെട്ടിരിക്കണം. അപ്പോൾ യമ സംയതാമഹം, സംയന്താക്കളിൽ ഞാൻ യമൻ എന്ന് പറയാം. അപ്പം അത്ര ശേഷിയോട് കൂടിയിട്ട് ഭരണം നടത്തുന്ന ഒരു പ്രതിഭാസമാണ് ഈ യമൻ എന്ന് പറയുന്നത്. ഒരു വിട്ടുവീഴ്ചയില്ല എന്നർത്ഥം. യമ സംയയതാമഹം 10-ാം അധ്യായത്തിൽ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. യമ സംയമതാമഹം, സംയന്താക്കളിൽ ഞാൻ യമൻ. സംയന്താക്കളിൽ വെച്ചിട്ട് ഞാൻ യമനാണ്. സംയന്താക്കൾ മീൻസ് നിയമം പാലിക്കുന്നവരിൽ വെച്ച് അർജുന ഞാൻ യമനാണ്. അണ്ടർസ്റ്റാൻഡ്?
നിയമപാലകന്മാരിൽ ഞാൻ യമനാണ്. നിയമപാലന നിർവഹണത്തിൽ യാതൊരു ദയാദാക്ഷിണ്യം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട ആരും, എൻ്റെ പാർട്ടി ആയാലും ശരി, എൻ്റെ പാർട്ടി അല്ലെങ്കിലും ശരി, അതെനിക്ക് യാതൊരു ഔചിത്യവുമില്ല. ആ കർമ്മനിർവഹണത്തിന് എനിക്ക് യാതൊരു ഔചിത്യവുമില്ല. ഞാൻ പാർട്ടിയുടെ സ്ഥാനം നോക്കിയിട്ടോ, എൻ്റെ നെയ്ബറാണ്, എൻ്റെ ഫ്രണ്ടാണ്, റിലേഷൻഷിപ്പ് നോക്കിയിട്ടോ ഒന്നുമല്ല. നോ വിത്തൗട്ട് ഫേവർ ഓർ എനിത്തിങ്, നോ ഫേവർ, നോ പ്രിജുഡിസ്, ഒന്നും നോക്കിയിട്ടല്ല എൻ്റെ നിയമം നടത്തുന്നത്. എൻ്റെ വ്യവസ്ഥ ഞാൻ നടപ്പാക്കും. ആ നിയമപാലകന്മാരിൽ വെച്ചിട്ട് ഞാൻ യമനാണ് ഏറ്റവും നിഷ്കർഷയോടുകൂടി വർക്ക് ചെയ്യും. മറ്റവർക്കൊക്കെ ഒരു കോംപ്രമൈസ് മെൻറ്റാലിറ്റി ഉണ്ട്. യമൻ ആ കോംപ്രമൈസേ ഇല്ല. ഒരു ദയാദാക്ഷിണ്യമില്ല, ഒരു ഔചിത്യമില്ല. എന്തുതന്നെയായാലും നമ്മളൊരാളെ തല്ലാൻ പോവുകയാണെങ്കിലും അയാളുടെ വീട്ടിലേക്ക് ചെന്ന് അയാൾ എന്തെങ്കിലും ചെറിയൊരു ഫംഗ്ഷനിൽ നാമം ചെല്ലായിരിക്കുക അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുക ഇരിക്കുകയാണെങ്കിൽ എന്താ നമ്മൾ പറയുക? ഭക്ഷണം കഴിയട്ടെ എന്നിട്ടോ ആവാം, ഇല്ലേ? ഒരു സാമാന്യ മര്യാദയില്ലേ? അല്ലെങ്കിൽ അദ്ദേഹം നാമം ചെല്ലുക, പൂജാമുറിയിലാണ് ഇരിക്കാൻ പറയും. ശരി, വെയിറ്റ് ചെയ്യാം, ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് പറയും. പോയി അതൊക്കെ ഒരു സാമാന്യ മര്യാദയില്ലേ? യമൻ അതൊന്നുമില്ല. മരണത്തിന് അങ്ങനെ ഒരു സാമാന്യ മര്യാദയുണ്ടോ? ഒരു ഔചിത്യം ഉണ്ടോ? ഔചിത്യം ഇല്ലാത്തൊരു മൃഗമാണത്. ഔചിത്യമില്ലാത്ത മൃഗം ഏതാ പറയൂ? ഏതാ ഔചിത്യമില്ലാത്ത മൃഗം? പോത്ത് അല്ലേ? പോത്തിനും വല്ല ഔചിത്യമുണ്ടോ? അതുകൊണ്ടല്ലേ നമ്മുടെ നാട്ടുകാർ അങ്ങനെ ഔചിത്യമില്ലാത്തവരെ എടാ പോത്തെ എന്ന് വിളിക്കണത്, അല്ലേ? ഒരു ഔചിത്യമില്ല, ഒരു ദയയില്ല, ഒരു ദാക്ഷിണ്യമില്ല. ICUവിൽ ഒരാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കിടത്തിയിട്ട് അവരുടെ ഫ്രണ്ടിനെ കാണാൻ പോവാണ് ഒരാൾ. അന്ന് ചെന്ന് അന്വേഷിക്കുക, ഒരു സോഷ്യൽ ഓബ്ലിഗേഷൻ ഇല്ലേ നമുക്ക്? ഫ്രണ്ടല്ലേ, കുറേ കാലമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉള്ളതല്ലേ? ICUവിലാണ് അത്രേ, കുറച്ച് ക്രിട്ടിക്കലാണ്, ഒന്ന് പോയി കാണുക എന്ന് പറഞ്ഞ് ICUവിൽ ആളെ കാണാൻ പോയ സന്ദർശകൻ ICUവിൽ വീണ് മരിച്ചു. ICUവിൽ കിടന്ന ആൾ രക്ഷപ്പെട്ടു പോന്നു. എന്താ പറയുക? പറയാം ഔചിത്യം ഉണ്ടോ ഇതിന്? അയാൾക്കൊന്നും നിൽക്കാറുന്നില്ലേ? അവിടെ ICUവിൽ ഒരാളെ കാണാൻ വന്നല്ലോ, ഒന്ന് പുറത്തിറങ്ങണവരൊന്ന് കാത്തിക്കോന്ന്. പുറത്ത് വന്നിട്ട് എന്താ വെച്ചാൽ കാണിച്ചോളൂ, ഇതിൻ്റെ ഉള്ളിൽ എന്തിനാ ഈ പരിപാടി? അവൻ്റെ സമയം കഴിഞ്ഞു, ഇനി എപ്പോഴത്തേച്ചാ ആവട്ടെ അപ്പ്. അയ്യോ, കല്യാണ മണ്ഡപത്തിലാണ് നിൽക്കണ, താലി കെട്ട് വേണ്ടോ? ഇനി 2 മിനിറ്റ് എപ്പം കഴിക്കാം, ഡിം എന്ന് കഴിച്ച് ഇപ്പം കൊട്ടിത്തരാം. സീതാരാമ കല്യാണം പാട്ട് പാടാൻ പറയാം തകില് നാഗസ്വരക്കാരോട്. ഇപ്പം പറയാം, എളുപ്പം വരും പുറത്തേക്ക്. അപ്പട്ടെ നാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കൂട്ടാ. യമാ സംയമതാമഹം, നിയമപാലകന്മാരിൽ വെച്ചിട്ട് ഞാൻ യമനാണെന്ന് പറയുന്നത്. അപ്പം സൃഷ്ടിയിലുള്ള എല്ലാ ശക്തികളെയും തൻ്റെ നിയമത്തിനുള്ളിൽ നിലനിർത്തുന്നു. അങ്ങനെയല്ല പറയണ്ടേ, എല്ലാ സൃഷ്ടികളെയും തൻ്റെ നിയമത്തിനുള്ളിൽ നിലയ്ക്ക് നിർത്തുന്നു എന്ന് വേണം പറയാൻ. നിലനിർത്തുന്നു എന്നല്ല, നിലയ്ക്ക് നിർത്തുന്നു. അതാത് ആൾക്കാരെ അതാത് വടിമേൽ പേടിപ്പിച്ചിട്ട് നിർത്തുക പറയില്ല നമ്മൾ കുട്ടികളെ. വടിമേലാ നിർത്തണമെന്ന് പറയില്ല, വടിമേൽ നിർത്തൽ തന്നെയാണ് അത്. എന്നാൽ ഇവരാകട്ടെ അണുവിടയ്ക്ക് മാറ്റാണ്ട് അവരുടെ കർത്തവ്യം പാലിക്കണം. കണ്ണിടവട്ടാണ്ട് 24 hours ഒബ്സർവേഷനിൽ ഇരുന്നിട്ട് എന്താണോ എപ്പോഴാണോ സംഭവിക്കുക ഇതാ നോക്കിക്കൊണ്ട് റെഡി അവരിയ്ക്കുന്നു. അങ്ങനെയാണ് നിയമങ്ങൾ പാലിക്കണം, അങ്ങനെയാണ് നിയമങ്ങളുടെ വ്യവസ്ഥ പാലിക്കേണ്ടത്. അതല്ലാണ്ട് ഇന്നിപ്പോൾ എൻക്വയറി ഓഫീസിൽ ഒരാളെ വിളിച്ച് പറഞ്ഞൊരു കംപ്ലയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് 4 ദിവസം കഴിഞ്ഞിട്ട് എല്ലാം ആളെ വിടുക. ഇന്ന് ടെലിഫോണിനൊരു കംപ്ലയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ കംപ്ലയിൻറ്റ് കിട്ടിയ ഉടനെ ആളെ വിടണം. അതാണ് നിയമവ്യവസ്ഥ. ഇപ്പോൾ വരുന്ന മെസ്സേജൊക്കെ എങ്ങനെയാ അറിയോ? യുവർ കംപ്ലയിൻറ്റ് ഹാസ് ബീൻ രജിസ്റ്റേർഡ് ആൻഡ് ഇറ്റ് വിൽ ബി സെറ്റിൽഡ് വിത്തിൻ 96 hours. 4 ദിവസം കഴിഞ്ഞിട്ട് ശരിയാക്കാമെന്ന്. എന്നാൽ പിന്നെ കിട്ടിയതൊക്കെ ബോണസ് അല്ലേ? പിറ്റേ ദിവസം അഥവാ പിറ്റേ ദിവസം ശരിയാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ എന്നാലും ഒരു 96 മണിക്കൂറെന്ന് പറയും. എന്തിനാ? ഞാൻ ക്യാമറന്ന് കാണിക്കാൻ അല്ലേ? ട്രെയിനിൻ്റെ നോക്കിയിട്ടുണ്ടോ? ടെർമിനസിൽ എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള സ്റ്റേഷനിലെ ടൈമിൽ നിന്ന് 20 മിനിറ്റ് ടെർമിനസിലേക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ടൈം ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ 1 മണിക്കൂർ 20 മിനിറ്റ് കാണാം ആ സമയം.
എന്താ ടൈം മേക്കപ്പ് ചെയ്യാൻ? എന്തിനാ ഞാൻ ടൈമിന് എത്തിയിട്ടോ പ്രസ് റിപ്പോർട്ട് കൊടുക്കാൻ? എന്തൊക്കെ കള്ളത്തര! ഇവ കള്ളത്തരൊന്നും നാച്ചുറൽ ലോസിൽ പറ്റില്ല. ഇതൊക്കെ മാൻമെയ്ഡ് ലോസിലെ ലൂപ്പ് ഹോൾസൊക്കെ ഉള്ളൂ. ഭഗവാൻ നിശ്ചയിച്ച നിയമത്തിൽ ഒന്നും പറ്റില്ല. യവനെ പോലെ എല്ലാവരും നിഷ്കർഷമായിട്ട് പാലിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് ഭഗവാൻ യമ എന്നുള്ള പേരെന്നെ ഭഗവാന് വരാൻ കാരണം. ഭയങ്കര ശാസനാണ്, മനസ്സിലായില്ലേ? ആൻഡ് വിജിലൻസോ 24/7 വിജിലൻസ് ആണ്. ഈ കഴിഞ്ഞ 3 നാമങ്ങൾ ഒന്ന് ശ്രദ്ധിക്കൂ. ധൃതാത്മാ, നിയമോ, യമ. എന്താ അത് സൂചിപ്പിക്കുന്നത്? ഒറ്റയടിക്കാ പറഞ്ഞു വ്യാസൻ. ധൃതാത്മാ, നിയമോ, യമ എന്നുവെച്ചാൽ ഭഗവാൻ ഏകസ്വരൂപിയായ നിലയ്ക്ക് നിത്യവും ജീവികൾക്ക് പ്രപഞ്ചമുട്ടുക്ക് ധൃതാത്മാ, അകത്തും പുറത്തും നിബന്ധനകൾ നൽകി നിയമ, അതിനെ നിലയിൽ നിർത്തുന്നു യമ. അപ്പോൾ അന്തര്യാമിയായിട്ട് സകല ദിക്കിലും പ്രവേശിച്ച് വേണ്ടത്ര ശാസനകൾ നൽകി സിസ്റ്റംസും ഇല്ലെങ്കിൽ അതിൻ്റെ ഉള്ള നിയമങ്ങളും നിയമാവലികളും നിയമവശങ്ങളും അവരുടെ അധികാരപരിധി എല്ലാം നിശ്ചയിച്ച് ഓരോരോ ശക്തികൾക്കും നിശ്ചയിച്ച് ഓരോരോ ദേവന്മാർക്കും നിശ്ചയിച്ചിങ്ങോട്ട് പോരല്ല, അത് അതേപടി നടപ്പാക്കും. ധൃതാത്മാ, നിയമോ, യമ. അപ്പോൾ ഈ 3 ഒന്നിച്ച് ഒറ്റേ വരിയിൽ ഇങ്ങനെ സർവേക്കല്ല് വെച്ച പോലെ വെച്ചത് വെറുതെ അല്ല, അതിൻ്റെ അർത്ഥമുണ്ട്, പ്രത്യേകിച്ചൊരു അർത്ഥമുണ്ട് അതിന്. ശരി, അപ്പോൾ അതാണ് യമ എന്നുള്ള വാക്കിൻ്റെ വ്യാഖ്യാനം. നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം. പിന്നെ പോവുകയാണെങ്കിൽ കുറേ പോവും. തൽക്കാലം അവിടെ നിർത്താം. ശാസനകൾ എന്താ പറയുക, നടപ്പിലാക്കുന്നവൻ, നിയമങ്ങൾ നടപ്പിലാക്കുന്നവൻ, നിയമപാലകന്മാരെ വേണ്ട പോലെ നോക്കി അവർ നിയമം നടപ്പിലാക്കുന്നുണ്ടോ ഇല്ലേ എന്ന് സൂപ്പർവൈസ് ചെയ്യുന്നവൻ ആണ്. അതിൽ യമൻ എന്നർത്ഥം. യമനാണ് ഏറ്റവും ശുഷ്കാന്തി. ഇവനെ പോലെ ശുഷ്കാന്തി ആർക്കുമില്ല. മറ്റുള്ളവരെല്ലാവരും വന്ന് കണ്ണടയ്ക്കും. അദ്ദേഹത്തിന് ആ പ്രശ്നമില്ല. ഒരു വിട്ടുവീഴ്ചയില്ല, ഒരു ദാക്ഷിണ്യമില്ല, ഔദാര്യമില്ല, എന്താ പറയുക, ഔചിത്യം എന്ന് പറഞ്ഞില്ല, ഇംപ്രോപ്പർ, ഒരു പ്രൊപ്രൈറ്റി ഇല്ല. അങ്ങനെയൊക്കെ ഇല്ലേ? ഒരു സാമാന്യ മര്യാദ, സാമാന്യമില്ല, മര്യാദയില്ല. സമയമായോ അങ്ങോട്ട് പോരെ, എവിടെ വെച്ചാൽ അവിടെ. അപ്പോൾ അടുത്ത നാമം വേദ്യ. വേദ്യ എന്ന് വെച്ചാൽ മനസ്സിലാക്കപ്പെടേണ്ടവൻ എന്നർത്ഥം. വേദ്യ, ദ വൺ വിച്ച് ഈസ് ടു ബി നോൺ ഓർ അണ്ടർസ്റ്റുഡ്. വേദ്യ, അറിയപ്പെടേണ്ടത് അല്ലെങ്കിൽ അറിയപ്പെടേണ്ടവൻ, അതാണ് വേദ്യ എന്ന് വെച്ചാൽ. ഈ അറിവ് എന്താണ്, അറിയപ്പെടേണ്ടത് എന്താണ്? എനിക്ക് സംശയങ്ങളൊക്കെ അർജുനൻ ഭഗവാനോട് ഉദ്ധരിച്ചിട്ടുണ്ട് ഒരിക്കൽ. 13-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടില്ലേ, 2-3 കാര്യങ്ങൾ ഭഗവാൻ, എന്താ പറയുക, പെയർ ഓഫ് വേർഡ്സ് അർജുനന് കൺഫ്യൂഷൻ ഉണ്ടായിട്ട് ഭഗവാനോട് ഷോർട്ട് നോട്ട്സ് എഴുതാൻ പറയുന്നത് ഓർമ്മയുണ്ടോ? പ്രകൃതി പുരുഷ, അർജുന പ്ലീസ് റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ പ്രകൃതി പുരുഷ. ക്ഷേത്രം ക്ഷേത്രജ്ഞൻ, ജ്ഞാനം ജ്ഞേയം, ഇതിൻ്റെയൊക്കെ ഷോർട്ട് നോട്ട്സ് എഴുതൂ. പ്രകൃതിയും ചെന്ത, പുരുഷനും ചെന്ത. വാട്ട് ഈസ് പ്രകൃതി, വാട്ട് ഈസ് പുരുഷ? ഓർ എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രകൃതി ആൻഡ് പുരുഷ, ക്ഷേത്രം ക്ഷേത്രജ്ഞ, ജ്ഞാനം ജ്ഞേയം. പ്രകൃതിം പുരുഷം ചൈവ ക്ഷേത്രം ക്ഷേത്രജ്ഞമേവ ച ഏതദ്വേദിതുമിച്ഛാമി ജ്ഞാനം ജ്ഞേയം ച കേശവ. കേശവ, എനിക്കിതിൻ്റെ 3ൻ്റെയും വ്യത്യാസങ്ങളെന്ന് പറഞ്ഞൊരു ഈ 3 പെയർ വേർഡ്സിൻ്റെ, പ്രകൃതി പുരുഷൻ, എന്താ ഇവർ തമ്മിലുള്ള വ്യത്യാസം? ക്ഷേത്രം ക്ഷേത്രജ്ഞൻ, എന്താ വ്യത്യാസം? ജ്ഞാനം ജ്ഞേയം, എന്താ വ്യത്യാസം? ജ്ഞാനം ജ്ഞേയം മീനിങ് ജ്ഞാനം ഈസ് നോളേജ്,
ജ്ഞേയ മീൻസ് അറിയപ്പെടേണ്ട വസ്തു, ഒബ്ജക്റ്റ് ഓഫ് നോളജ്. ഭഗവാൻ ഭംഗിയായിട്ട് ഉത്തരവും കൊടുക്കേണ്ടതിന്. അപ്പം ധർമാർത്ഥ കാമ മോക്ഷം എന്ന പുരുഷാർത്ഥം പ്രാപിക്കാൻ, ശ്രദ്ധിക്കണേ, ധർമാർത്ഥ കാമ മോക്ഷം എന്ന പുരുഷാർത്ഥം നമ്മൾക്ക് പ്രാപിക്കണമെങ്കിൽ ഭഗവാന്റെ സ്വസ്വരൂപം നല്ലവണ്ണം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് വ്യാസൻ ഈ ചോദ്യം അർജുനനെ കൊണ്ട് നമുക്ക് ചോദിപ്പിച്ചത്. ഭഗവാന്റെ സ്വസ്വരൂപം, ജ്ഞാനം ജ്ഞേയം ച കേശവ. ജ്ഞാനം എന്താണ്? ജ്ഞേയം എന്താണ്? അജ്ഞേയമാണ് ഭഗവാന്റെ സ്വസ്വരൂപം. അറിയപ്പെടേണ്ട സാധനമാണ് ജ്ഞേയം. വേദ്യൈ അനേകമഹം ഏവ വേദ്യോ. അറിയേണ്ടതിൽ പല സാധനങ്ങളുണ്ട്. അറിയേണ്ട വസ്തുക്കൾ, അറിയേണ്ട സാധനങ്ങൾ പലതുമുണ്ട്. ഇൻഫർമേഷൻ പലതും നമുക്ക് ഇൻഫർമേഷനായിട്ട് വരും, നോളജായിട്ട് വരും. യൂസ്ലെസ് നോളജ്, യൂസ്ഫുൾ നോളജ്, ഇല്ലേ? നമുക്ക് എത്ര നോളജാണ് വരുന്നത്, നമ്മൾ എത്ര കളക്ട് ചെയ്യണം ലോകത്തുനിന്ന്, എത്ര ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. അതിലൊക്കെ കുറേതൊക്കെ യൂസ്ഫുള്ളാണ്, ചിലതൊക്കെ യൂസ്ലെസ്സാണ്, അല്ലേ? ആദ്യം നമ്മൾ രണ്ടും സ്വീകരിക്കും. യൂസ്ലെസ്സും വയ്ക്കും, യൂസ്ഫുള്ളും വയ്ക്കും. പിന്നെ യൂസ്ലെസ്സിനെ നമ്മൾ എടുത്ത് കളയും. അങ്ങനെയല്ല എൻ്റെ പ്രോസസ്സ് പോകണം. അപ്പോൾ അറിയേണ്ട വസ്തുക്കൾ സ്റ്റോർ ചെയ്ത് നമ്മളുടെ കയ്യിൽ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്ന വസ്തുക്കളിൽ, അറിവുകളിൽ, അറിയേണ്ടതിൽ എല്ലാറ്റിലും വേദൈ അനേകമഹം ഏവ വേദ്യോ. അറിയേണ്ടതിൽ എല്ലാറ്റിലും വെച്ച് ശരിക്കും അറിയേണ്ടത് ഭഗവത് സ്വരൂപമാണ് എന്നാണ് പറയുന്നത്. വേദൈ അനേകമഹം ഏവ വേദ്യോ, കൈവല്യോപനിഷത്ത്. അറിയപ്പെടേണ്ട വസ്തുക്കൾ പലതുണ്ട്, ഒന്നല്ല, ഒരുപാട് വസ്തുക്കളുണ്ട് അറിയപ്പെടേണ്ടത്. ആ അറിയപ്പെടേണ്ട വസ്തുക്കളിൽ 100 എണ്ണം ഉണ്ടെങ്കിൽ അതിൽ ഞാൻ അറിയേണ്ടത് ഏതാണ്, അതിൽ ശരിക്കും അറിയേണ്ടത് ഏതാണ്? അത് ഭഗവത് സ്വരൂപമാണ് നമുക്കറിയേണ്ടത്, ഭഗവാനെ കുറിച്ചാണ് നമുക്കറിയേണ്ടത്. ഒന്ന് ചെറുതായിട്ട് മാറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാനെ കുറിച്ച് എന്ന് പറയേണ്ട, അവനവനെ കുറിച്ച് അറിയേണ്ടതാണ് ഏറ്റവും ദ നോളജ് ഓഫ് മീ. സ്വസ്വരൂപമാണ് നമ്മൾ അറിയേണ്ടത്. ഞാൻ ആര്? ഈ ഒറ്റ ചോദ്യമാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. വേദശ്ച സർവൈഹമേവ വേദ്യോ. വേദങ്ങളാൽ വേദ്യനും ഞാൻ ഒരുത്തൻ. അറിയപ്പെടേണ്ടവരിൽ ഞാനാണ് അർജുന അറിയപ്പെടേണ്ടവൻ. ഐ ആം ദ വൺ ടു ബി നോൺ. മനസ്സിലല്ലേ? ഒരു മടിയില്ല ഭഗവാന് പറയാൻ. വേദശ്ച സർവൈ അഹമേവ വേദ്യോ. വേദങ്ങളാൽ വേദ്യനും ഞാൻ ഒരുത്തൻ. വേദ്യങ്ങളാൽ അറിയപ്പെടേണ്ട വസ്തുക്കളിൽ അറിയപ്പെടേണ്ടവൻ ഞാനാണ്. കാരണം കസ്മിൻ നു ഭഗവോ വിജ്ഞാതേ സർവമിദം വിജ്ഞാതം ഭവതി. കസ്മിൻ നു ഭഗവോ, ഭഗവാനെ അറിഞ്ഞാൽ, കസ്മിൻ നു ഭഗവോ വിജ്ഞാതേ സർവമിദം വിജ്ഞാതം ഭവതി. എല്ലാം അറിഞ്ഞു എന്ന് സാരം. ഭഗവാനെ അറിഞ്ഞാൽ, സ്വസ്വരൂപം അറിഞ്ഞാൽ, ഭഗവാന്റെ സ്വസ്വരൂപം അറിഞ്ഞാൽ, ഇല്ലെങ്കിൽ നമ്മളുടെ സ്വസ്വരൂപം എന്താണെന്ന് നമ്മൾ അറിഞ്ഞാൽ, രൂപമല്ലാട്ടോ, സ്വസ്വരൂപം. നമ്മളുടെ ഈ വികൃതമായിട്ടുള്ള രൂപമല്ല നമുക്കറിയേണ്ടത്, അതിപ്പോൾ അറിയാനൊന്നുമില്ല. പക്ഷെ ഇതിൻ്റെ സ്വസ്വരൂപം എന്താണ്? ഈ വികൃതത്തിൻ്റെ പിന്നിലുള്ളൊരു വേഷം കെട്ടാത്തൊരു സ്വരൂപമുണ്ട്. ആ സ്വരൂപം എന്താണ്? പ്യുവർ, ഡിസ്റ്റിൽഡ്. നശിക്കാത്ത, നാശമില്ലാത്ത ഒരു സ്വരൂപം നമ്മളുടെ ഉള്ളിലുണ്ട്. അതെന്താണെന്ന് അറിയണം. അതറിഞ്ഞാൽ കസ്മിൻ നു ഭഗവോ വിജ്ഞാതേ, അതറിഞ്ഞു കഴിഞ്ഞാൽ സർവമിതം വിജ്ഞാതം ഭവതി. അപ്പോൾ ഭഗവാനെ അല്ലെങ്കിൽ നമ്മളെ സ്വസ്വരൂപമായിട്ട് നമ്മളെ അറിഞ്ഞാൽ എല്ലാം അറിഞ്ഞു എന്ന് സാരം. മനസ്സിലായോ? വരട്ടെ കേട്ടോ. അതെങ്ങനെയാ? അതുകൊണ്ട് ഓടിപ്പോവാൻ വരട്ടെ. അറിയേണ്ട പല വസ്തുക്കളും ഉണ്ടെന്ന് പറഞ്ഞു. ആ അറിയേണ്ട വസ്തുക്കളിൽ ഒരു വസ്തുവാണ് ഭഗവാൻ, അല്ലെങ്കിൽ അവനവൻ. അതിനെ അറിഞ്ഞാൽ മറ്റേ 99 അങ്ങോട്ട് അറിയുമെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് മണ്ടന്മാരാണോ നമ്മളങ്ങോട്ട് വിശ്വസിക്കാൻ? ചെറിയൊരു ശങ്കയില്ലേ? ഒരറിവ് സമ്പാദിച്ചാൽ എല്ലാ അറിവും ഉണ്ടാകണത് എങ്ങനെയാ? പറയും.
ഒരറിവ് സമ്മതിച്ചു. അതിൽ അങ്ങേയറ്റത്തെ അറിവാണ് അദ്ദേഹത്തിന്. അത് കൊണ്ട് ഈ ലോകത്തിലുള്ള എല്ലാ സാധനങ്ങളെക്കുറിച്ചും അറിയാമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? പറയൂ. ഇത് തീരുമാനിച്ചിട്ട് മതി അടുത്ത നാമത്തിലേക്ക് കിടക്കുക. ഇതൊന്ന് തീരുമാനിക്കുക ഏതായാലും. അപ്പം ഇതിന് നമുക്ക് 2 രീതിയിൽ ഉത്തരം പറയാം. ഒന്ന്, വഴി അറിയാതെ വഴി തെറ്റി ഒരു ദിക്കിൽ അല്ലെങ്കിൽ ഒരു കാട്ടിൽ നമ്മൾ അകപ്പെട്ടു എന്ന് വിചാരിക്കുക. പക്ഷെ ഒന്നും 4 പാട് നോക്കി ഒരു പിടിയും കിട്ടണില്ല. എവിടെ ഡയറക്ഷൻ മനസ്സിലാവണില്ല. കാരണം ആ വക സന്ദർഭങ്ങളാണ് നമ്മൾ ദിക്ക് മുട്ടി എന്നൊക്കെ പറയില്ലേ നമ്മൾ സാധാരണ കൊളോക്കിയൽ ലാംഗ്വേജിൽ. ദിക്ക് മുട്ടിയിട്ടോ, എന്താ ഈ ദിക്ക് മുട്ടുന്ന? ഏതാ ദിക്കെന്ന് മനസ്സിലായില്ല. അത് എവിടെ ചെന്നാലും ചെന്ന് മണ്ട കൊണ്ട് ഇടിക്കുകയാണ്. ഒരു പിടിയും കിട്ടണില്ല 4 ദിക്ക് ഏതാന്നുള്ളത്. അങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ, 4 ദിശ, 4 ഡയറക്ഷൻ. നമുക്കൊന്നും അറിയില്ല. ഈ 4 ഡയറക്ഷൻ നമുക്കറിയില്ല. എങ്ങനെയെങ്കിലും സംഭവവശാൽ ഒരു ചെറിയ മരത്തിൻ്റെ ഇടയിൽ കൂടെയുള്ള സ്പേസ് കൂടെ നടുക്ക് കൂടെ നോക്കിയിട്ട് എങ്ങനെയോ നമുക്ക് മനസ്സിലായി കിഴക്ക് ഏതാണ് അല്ലെങ്കിൽ പടിഞ്ഞാറ് ഏതാണ്. ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. ഒന്നുകിൽ സൂര്യൻ്റെ ഫലം നോക്കിയിട്ട് കിഴക്കോ പടിഞ്ഞാറോ കണ്ടുപിടിക്കാം. അപ്പോൾ അത് ഈ 4 ദിക്കും അറിയാത്ത എനിക്ക് ഒന്നുകിൽ ഒരു സൂചന കിട്ടി ഇതാണ് കിഴക്കെന്ന്, അല്ലെങ്കിൽ ഇതാണ് പടിഞ്ഞാറെന്നൊരു സൂചന കിട്ടി. അതെനിക്ക് ഉറപ്പായിട്ട് പടിഞ്ഞാറാണ് അല്ലെങ്കിൽ കിഴക്കാണ് ഏതെങ്കിലും ഒന്ന് നമുക്ക് പിടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മൾ ബാക്കി 3 കൂടി അറിയാൻ അവിടെ നിൽക്കുമോ? വല്ല ആവശ്യമുണ്ടോ? കിഴക്കേതെന്ന് അറിഞ്ഞാൽ പിന്നെ തെക്കും വടക്കും പടിഞ്ഞാറും ഒക്കെ തീരുമാനിച്ചൂടെ അവിടെ നിന്നിട്ട്? അല്ലെങ്കിൽ പടിഞ്ഞാറ് ഏതാണെന്ന് അറിഞ്ഞാൽ കിഴക്കും വടക്കും തെക്കും തീരുമാനിച്ചൂടെ? അപ്പം 4 അറിയാത്ത ദിക്കിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ ഒരു ദിക്ക് അറിഞ്ഞാൽ എങ്ങനെയാണോ ബാക്കി 3 ദിക്ക് അറിയണത്, അതേപോലെ അറിയാനുള്ള പല വസ്തുക്കളിലും എല്ലാ വസ്തുക്കളിലും പ്രകാശിച്ച് നിൽക്കുന്ന ഭഗവാനെ നമ്മൾ മനസ്സിലാക്കിയാൽ പിന്നെ എല്ലാം മനസ്സിലായി എന്നർത്ഥം. മതിയായില്ല അല്ലേ? വേണ്ട. വേറൊരു തരത്തിൽ നമുക്ക് ചിന്തിക്കാം. ബ്രഹ്മജ്ഞാനം നേടി ആ നിർവൃതിയിൽ അങ്ങനെ കഴിയാണ് കുറേ പേരില്ലേ അങ്ങനത്തെവർ? നമ്മുടെ രാജ്യത്ത് കുറേ ആൾക്കാർ അങ്ങനെ ഉണ്ടായിട്ടില്ലേ? ബ്രഹ്മജ്ഞാനം കിട്ടി, ആ ആനന്ദത്തിൽ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ചിലവരവരെ പഴഞ്ചന്മാരെന്ന് വിളിക്കും, ചിലവരവരെ താടിക്കാരെന്ന് വിളിക്കും. മനസ്സിലായില്ലേ? ചിലവർ വളരെ കുറച്ച് ആൾക്കാർ അവരെ മഹർഷിമാരെന്ന് വിളിക്കും, ഋഷിമാരെന്ന് വിളിക്കും. ഇതൊക്കെ പറയും, സ്വാഭാവിക അല്ലേ? അങ്ങനെ കുറേ ആൾക്കാരുണ്ടാവും നമ്മുടെ കയ്യിൽ. അപ്പം ആ കൂട്ടത്തിൽപ്പെട്ടവർക്ക് താടിക്കാരോ അല്ലെങ്കിൽ എന്താ പറയുക മഹർഷിമാരോ പഴഞ്ചന്മാരോ ആരോ ആവട്ടെ, ആ കൂട്ടത്തിൽപ്പെട്ട ആളുകൾക്ക് അത് നമുക്ക് വേണമെങ്കിൽ ശങ്കരൻ മുതൽ വ്യാസൻ വരെ എടുക്കാം. ഒരു ഫുൾ റേഞ്ച് എടുത്തോളൂ. ശങ്കര ടു വ്യാസ, അങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ എടുത്തോളൂ. അതൊന്ന് നോക്കൂ, അവരുടെ റേഞ്ച് ഒന്ന് നോക്കൂ. അറിഞ്ഞും അറിയാത്തവരുമായിട്ട് എത്ര എത്ര ആചാര്യന്മാരുണ്ട് നമുക്ക്, എത്ര എത്ര മഹർഷിമാരുണ്ട് നമുക്ക്, എത്ര എത്ര കവികളുണ്ട് നമുക്ക്. കാളിദാസാദി, ഭാസൻ, കാളിദാസൻ, ദണ്ഡി എന്ന് പറഞ്ഞ എത്രയോ കവികളുണ്ട്, എത്രയോ മഹർഷിമാരുണ്ട്. ഭരദ്വാജ മഹർഷി, നാരദ മഹർഷി, അങ്ങനെ എത്രയോ മഹർഷിമാർ, സപ്തഋഷിമാരുണ്ട്, എത്രയോ ആചാര്യന്മാരുണ്ട് നമുക്ക്. ഈ പറഞ്ഞ കൂട്ടത്തിലുള്ള ആൾക്കാർ, എത്ര ആൾക്കാർ നമ്മളെപ്പോലെ എന്താ പറയുക ഭൗതിക ശാസ്ത്രം പഠിച്ചവരുണ്ട്? വേൾഡ്ലി സയൻസസ് വെച്ചാൽ ഹിസ്റ്ററി, ജോഗ്രഫി, ഫിസിക്സ്, കെമിസ്ട്രി, ഇങ്ങനെയുള്ള ലൗകിക സബ്ജക്ട്സ് ഉണ്ടല്ലോ, അത് പഠിച്ചവർ എത്ര പേരുണ്ട്? ശങ്കരൻ പഠിച്ചിട്ടുണ്ടോ? കാലടി കോളേജിൽ പോയിട്ടുണ്ടോ? വ്യാസൻ എവിടെ ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ പോയിട്ടുണ്ടോ? ഭരദ്വാജ് മഹർഷി UP സർക്കാരിൻ്റെ കോളേജിൽ പോയിട്ടുണ്ടോ? എവിടെ ഇവരൊക്കെ പോയി പഠിച്ചിരിക്കണം ഭൗതിക ശാസ്ത്രം?
എവിടെയും പോയിട്ട് പഠിച്ചിട്ടില്ലല്ലോ. പിന്നെ എന്താ അവർ പഠിച്ചത്? അവരുടെ ആയസ്സിലെ 3/4 ആയസ്സും ബ്രഹ്മനിഷ്ഠയിൽ കഴിഞ്ഞിരിക്കുന്നവരാ. പഠിച്ചതാണെങ്കിൽ വേദങ്ങൾ മാത്രം. എപ്പോൾ നോക്കിയാലും ഈശ്വര ധ്യാനം, അനുസന്ധാനം. അമ്മഹാശയന്മാരാം മുനിമാർ അനുവേലം ബ്രഹ്മനിശ്ചല ധ്യാനം നിർത്തി വിശ്രമിക്കുമ്പോൾ നന്മയിൽ കവിതയാം ദേവിയുമായി ചെയ്ത നർമ്മസല്ലാപങ്ങളെ നിങ്ങൾക്ക് നമസ്കാരം. അവരുടെ ജോലി എന്താ? അവരിൽ എന്താ പറയുക, നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള ജോലി എന്താ? ധ്യാനത്തിലിരിക്കുക, ധ്യാന നിർവൃതരായിട്ട് ലോകത്തിനെ ബ്ലസ് ചെയ്തുകൊണ്ടിരിക്കുക. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് വിചാരിച്ച് അവിടെ ഇരിക്കുക, ഈശ്വര ധ്യാനത്തിലിരിക്കുക. ആ ധ്യാനത്തിലിരുന്ന് എപ്പോഴെങ്കിലും ഒരു സമയം കിട്ടുമ്പോൾ എൻ്റർടൈൻമെൻ്റായിട്ട്, നേരം പോക്കിന് വേണ്ടിയിട്ട് സരസ്വതി ദേവിയായിട്ട് ചെയ്ത നർമ്മസല്ലാപങ്ങൾ ആണ് പുരാണങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ബ്രഹ്മനിശ്ചല ധ്യാനത്തിലിരിക്കുമ്പോൾ ഇവരൊന്നും എഴുതാൻ പറ്റില്ലല്ലോ. ഇവർക്ക് ബ്രഹ്മത്തിനെ കുറിച്ചിട്ടുള്ള ചിന്ത മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പം ആ ചിന്ത വിട്ട് ഇവർ ഭൗതിക ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ദേവി സരസ്വതിയുമായിട്ട് നർമ്മസല്ലാപം ചെയ്യുന്ന വാക്കുകളാണ് പുരാണങ്ങൾ. മഹാഭാരതമോ ഭാഗവതോ രാമായണോ കാവ്യങ്ങളോ എന്തോ ആവട്ടെ അത്. അപ്പം ഇവരെഴുതിയ കൃതികളൊക്കെ ഒന്ന് പരിശോധിക്കൂ. വേദങ്ങൾ, രാമായണം, മഹാഭാരതം, ഭാഗവതം എന്ന് മാത്രം എല്ലാ ഗ്രന്ഥങ്ങളും എണ്ണിയാൽ തീരില്ല. വേദങ്ങൾ, ഉപവേദങ്ങൾ, പുരാണങ്ങൾ, ഭൗതിക ശാസ്ത്രങ്ങൾ, നിരുക്തങ്ങൾ, ഛന്ദസ്സുകൾ, എന്തിനെ കുറിച്ച് ഇവർ ടച്ച് ചെയ്യാത്ത? അപ്പം ഇവരുടെയൊക്കെ ഈ എഴുതി വെച്ചിട്ടുള്ള ഒറിജിനൽ ടെക്സ്റ്റ്, കമൻട്രി ഒന്നുമല്ല, ശങ്കരഭാഷയോ മറ്റേ ഭാഷയോ ഒന്നുമല്ല, ഒറിജിനൽ ടെക്സ്റ്റ്, വേദങ്ങളുടെ ഒറിജിനൽ ടെക്സ്റ്റ്, മഹാഭാരതത്തിൻ്റെ 1,25,000 ശ്ലോകം ടെക്സ്റ്റ്, വാൽമീകി രാമായണത്തിൻ്റെ 24,000 ശ്ലോകം ടെക്സ്റ്റ്, ഭാഗവതത്തിൻ്റെ 24,000 ശ്ലോകം ടെക്സ്റ്റ് മാത്രം, കമൻട്രി ഒന്നുമില്ല. അങ്ങനെ വെറും മൂലം മാത്രം ഈ ഗ്രന്ഥങ്ങളെല്ലാം പ്രിൻ്റ് ചെയ്തിട്ട് നമ്മളിന്ന് പുസ്തക രൂപത്തിലാക്കി ഇങ്ങനെ വെച്ചു എന്ന് വിചാരിക്കുക. ഒന്നുക്ക് മേലെ ആയിട്ട് എത്ര പൊക്കമുണ്ടാവുമെന്നാണ് നിങ്ങൾ വിചാരിക്കണം? ഒരു ഗസ്, ജസ്റ്റ് ഒരു സ്മോൾ ഗസ് എടുത്ത് നോക്കൂ. 26 ഇലക്ട്രിക് പോസ്റ്റ് ഒന്നിച്ച് മേപ്പിട്ട് വെച്ചാൽ എത്ര പൊക്കമുണ്ടോ അത്ര പൊക്കമുണ്ടാവും നമ്മളുടെ ഗ്രന്ഥങ്ങളുടെ വെറും ടെക്സ്റ്റ് മാത്രം. മഹർഷിമാരെഴുതിയ ഗ്രന്ഥങ്ങളുടെ ടെക്സ്റ്റ്, ഇൻക്ലൂഡിങ് ശങ്കര, വ്യാസ ടു ശങ്കര, ആ റേഞ്ചിലത്തെ ഞാൻ പറയണത്. 26 ഇലക്ട്രിക് പോസ്റ്റ് ഒന്നുക്ക് മേലെ ഇങ്ങനെ നിർത്തി കൂട്ടിക്കെട്ടിയാൽ എത്ര പൊക്കമുണ്ടാവും? അത്രയും പൊക്കമുണ്ടാവും എന്ന് പറയാം. അതിലൊന്ന് പരിശോധിക്കൂ. ആ പുസ്തകങ്ങൾ ഭഗവാനെ പറ്റി ഡയറക്റ്റായിട്ട് പ്രതിപാദിക്കുന്ന എത്ര പോർഷനുണ്ട്? ലൗകികമായിട്ടോ ഭൗതികമായിട്ടുള്ള വിഷയങ്ങൾ എത്രയുണ്ട്? ഒന്ന് ആലോചിക്കൂ. രാമായണം എടുത്ത് നോക്കിക്കോളൂ, മഹാഭാരതം എടുത്ത് നോക്കിക്കോളൂ. ഭഗവാനെ വർണ്ണിക്കുന്ന ഭാഗങ്ങൾ മാറ്റുമോ? അതൊക്കെ അവരുടെ ഏരിയയിൽ പെട്ടത്, അവരൊക്കെ അതിനെപ്പറ്റി പഠിച്ചതാണ്. വിഷ്ണു സഹസ്രനാമം, ഭഗവത്ഗീത, അതൊക്കെ മാറ്റിക്കോളൂ. അതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി ഭൗതികമായിട്ടുള്ള കാര്യങ്ങളും ലൗകികമായിട്ടുള്ള കാര്യങ്ങളും അതിലുള്ള തത്വചിന്തകളും അതിലുള്ള ശാസ്ത്രവും അതിലെ സയൻസും പറഞ്ഞു നോക്കുമ്പോൾ കൂടുതൽ ഏതാ ഉണ്ടാവുക? ലൗകികമായിട്ടുള്ള കാര്യങ്ങളും ഭൗതികമായിട്ടുള്ള കാര്യങ്ങളും അല്ലേ? ആ അറിവ് അവർക്ക് എവിടെ നിന്ന് കിട്ടി? അവർക്ക് ആകപ്പാട് അറിയാവുന്നത് ബ്രഹ്മജ്ഞാനം മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ വിജ്ഞാന ഭണ്ഡാരം, ലൗകിക കാര്യങ്ങളും ഭൗതിക കാര്യങ്ങളും അവർക്ക് പ്രതിപാദിക്കാനുള്ള അറിവ് അവരെവിടുന്ന് പ്രാപ്തമാക്കി? അതിനാണ് പറയുക ഇൻറ്റ്യൂഷൻ. പഠിക്കണ്ട, ആ ഒരു ബ്രഹ്മജ്ഞാനത്തിൽ നിന്ന് നമുക്ക് വരുന്ന ഇൻറ്റ്യൂഷൻ, പ്രചോദനം, ഉൾക്കാഴ്ച എന്നൊക്കെ പറയില്ല നമ്മൾ.
ഏത് ഭൗതിക ക്ഷേത്രമാണ് അവർ പ്രതിപാദിക്കാത്തത്? ഏത് ലൗകിക കാര്യമാണ് അവർ ടച്ച് ചെയ്യാത്തത്? വ്യാസോച്ഛിഷ്ടം ജഗത് സർവം എന്നാ പറയാം. വ്യാസൻ തൊടാത്തത് ഒന്നുമില്ല, എല്ലാം അങ്ങോട്ട് തൊട്ട് നോക്കിയിട്ടുണ്ട്, എല്ലാം ഇച്ചിലാക്കിയിട്ടുണ്ട്. ഇപ്പം വ്യാസൻ്റെ ഇച്ചിലല്ലാത്ത ഒന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല. വ്യാസൻ തൊടാത്തത് ഒന്നുമില്ല. അതായത് മഹാഭാരതം ഗ്രന്ഥത്തിൽ മാത്രം. മറ്റൊക്കെ ഇനി ഇരിക്കണേ ഉള്ളൂ. രാമായണം വേറെ, ഭാഗവതം വേറെ, അതൊക്കെ വേറെയുണ്ട്. ഏത് പോർഷനാണ് അവർ ടച്ച് ചെയ്യാത്തത്? എയറോസ്പേസ്, ഫിസിക്സ്, കെമിസ്ട്രി, astronomy, astrology, mathematics, human relations, banking practices, business management, economics. കസ്മിൻ नु ഭഗവോ വിജ്ഞാതേ സർവമിദം വിജ്ഞാതം. ആരാണോ ഭഗവാനെ കുറിച്ചിട്ട് അറിവ് നേടുന്നത്, കസ്മിൻ നോ ഭഗവോ വിജ്ഞാതോ സർവമിദം വിജ്ഞാതം, അവനെല്ലാം അറിയുന്നു. നമ്മളിപ്പോൾ ഭൗതികശാസ്ത്രത്തിലേക്ക് അധികം പഠിച്ചിട്ടില്ല. നമ്മൾ പഠിക്കാത്ത ഭൗതികശാസ്ത്രം അതെല്ലാം നമുക്കറിയാം. സ്പേസൊക്കെ കൂടി നമുക്ക് എയറോപ്ലെയിനെ കുറിച്ചൊക്കെ നല്ലോണം അറിയില്ലേ? എയറോപ്ലെയിൻ കാണാത്തവരും കേൾക്കാത്തവരും അതിനെക്കുറിച്ച് അറിയാത്തവരും എല്ലാവരും ഉണ്ടോ? റൈറ്റ് ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാക്കൽ നമസ്കരിക്കുന്നു, സാഷ്ടാംഗ നമസ്കാരം ചെയ്യും. എന്നാലും ഇവരിങ്ങനെ കണ്ടുപിടിച്ചല്ലോ ഈ സാധനം. നമുക്ക് എയറോപ്ലെയിൻ എല്ലാവർക്കും സുപരിചിതനല്ലേ? ഞാൻ ഒന്ന് ചോദിക്കട്ടെ, എയറോപ്ലെയിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാമോ? ഇത്രയൊക്കെ ഭൗതികശാസ്ത്രം പഠിച്ച് PhD ഒക്കെ എടുത്തവരല്ലേ, അതിനെ ഒന്ന് ഡിഫൈൻ ചെയ്യും. നിങ്ങളുടെ വാക്കിലൊന്ന് ഡിഫൈൻ ചെയ്യും. ഒരു ഡെഫിനേഷൻ എഴുതും. ഡെഫിനേഷൻ മീൻസ് എല്ലാം കവർ ചെയ്യണ ഡെഫിനേഷൻ ആയിരിക്കണം. ഒന്ന് അറ്റംപ്റ്റ് ചെയ്യൂ. കിട്ടിയോ? അത് എയറോപ്ലെയിൻ ചോദിച്ചാൽ അതിപ്പോൾ എയറോപ്ലെയിൻ അതല്ല ചോദിച്ചാൽ എയറോപ്ലെയിൻ എന്താ? എയറോപ്ലെയിൻ്റെ ഡെഫിനേഷൻ പറയും. അതിങ്ങനെ ഒരു പോയി പറന്നു പോവില്ലേ പക്ഷികളൊക്കെ? അതുപോലെയുള്ളൊരു സാധനം, അത്രയേ ഉള്ളൂ. അതാണോ ഡെഫിനേഷൻ? ഒരു ഭൗതികശാസ്ത്രവും പഠിക്കാത്ത ഭരദ്വാജൻ 64 മിഷണറികളെ കുറിച്ച് റൈറ്റപ്പ് എഴുതി ഒരു മാനുവൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, യന്ത്രസമുച്ചയം. അന്ന് അദ്ദേഹത്തിൻ്റെ അറിവിൽപ്പെട്ട 64 മിഷണറീസ്, അതെന്താണ്, ഏതാണ്, അതിൻ്റെ ഡെഫിനേഷൻ, അതിൻ്റെ വർക്കിംഗ് പാരാമീറ്റേഴ്സ് ഒക്കെ എഴുതി. അതിലൊരു യന്ത്രമാണ് വിമാനം. വിമാനശാസ്ത്രം എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ തന്നെയുണ്ട് യന്ത്രസമുച്ചയത്തിൽ, മഹർഷി ഭരദ്വാജൻ്റെ. അങ്ങോട്ടൊരു ഭൗതികശാസ്ത്രം പഠിച്ചിട്ടില്ല, ഒരു പിലാനിയിൽ പോയിട്ടില്ല, IIT പോയിട്ടില്ല, IIM പോയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം PhD എടുത്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വിമാനത്തിൻ്റെ ഒരു ഡെഫിനേഷൻ ഉണ്ട്. ഇന്ന് ലോകം തലയിൽ കൈവച്ചിരിക്കുകയാണ് അതിൻ്റെ ഡെഫിനേഷൻ, അതിൻ്റെ ആ മഹിമ കണ്ടിട്ട്. ആ കാലത്ത് എഴുതിയത് 1000 ചില്ലാനം കൊല്ലം മുമ്പ്. ലോകാന്തരം യദ്ധത് ദേശദേശാന്തരം തഥാ ദ്വീപദ്വീപാന്തരം ചേവ യോ അംബരേ ഗന്തുമർഹസി സ വിമാനം ഇതി പ്രോക്ത വേദശാസ്ത്രവിദം വരെ. സംസ്കൃതം പേടിക്കണ്ട. ലോകാന്തരം യത്തത്, ഏത് രീതിയിലാണോ ഒരു ലോകത്തിൽ നിന്ന് വേറെ ലോകത്തിലേക്ക്, ദേശദേശാന്തരം തഥാ ഒരു രാജ്യത്തിൽ നിന്ന് വേറെ രാജ്യത്തിലേക്ക്, ദ്വീപദ്വീപാന്തരം ചെയ്യുക ഒരു ദ്വീപിൽ നിന്ന് വേറൊരു ദ്വീപിലേക്ക്, യോ ഏതാണോ അംബരേ ആകാശത്തിലൂടെ, ഗന്തു പോകുന്നത്, അർഹസി ഗന്തുമർഹസി പോകുന്നത്, ഒരു ദ്വീപിൽ നിന്ന് വേറൊരു ദ്വീപിലേക്ക്, ഒരു രാജ്യത്തിൽ നിന്ന് വേറെ രാജ്യത്തിലേക്ക്, ഒരു ലോകത്തിൽ നിന്ന് വേറെ ലോകത്തിലേക്ക് എങ്ങനെയാണോ ആകാശത്തിൽ പോകുന്നത്, സാ അതിനെ വിമാനം ഇതി പ്രോക്ത, അതിനെയാണ് വിമാനം എന്ന് പറയുന്നത്. ആര്? ഞാനല്ല, ഞാൻ പഠിച്ചിട്ടില്ല. ഖേടശാസ്ത്രവിദം വരെ, ഞങ്ങളുടെ ബ്രഹ്മജ്ഞാനം സിദ്ധിച്ചിട്ടുള്ള ഈ താടിക്കാരിൽ പല ആൾക്കാരിലും ചിലവരൊക്കെ സ്പെഷ്യലൈസ് ചെയ്തിട്ട് എയറോസ്പേസിനെ കുറിച്ചൊന്ന് പഠനം നടത്താമെന്ന് പറഞ്ഞ് ആ ലൈനിലേക്ക് തിരിഞ്ഞവരുണ്ട്. സ്കൂളിൽ പോയിട്ടല്ല, ഈ ബ്രഹ്മജ്ഞാനം ഉപയോഗിച്ചിട്ട് അവരുടെ ഇൻറ്റ്യൂഷൻ തിരിച്ചു വിട്ടത് എയറോസ്പേസിലേക്കായിരുന്നു. അങ്ങനെ എയറോസ്പേസിലേക്ക് തിരിച്ചു വിട്ട് അതിൻ്റെ മുകളിൽ തപസ്സിരുന്ന് അതെന്താണെന്ന് കണ്ടുപിടിച്ചിട്ടുള്ള വിദഗ്ധന്മാരായിരുന്നു ആര്? ഖേടശാസ്ത്രവിദം വരെ. ഖേട മീൻസ് സ്പേസ്, ശാസ്ത്രം മീൻസ് സയൻസ്.
സ്പേസ് സയൻസിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളവര് പറയുന്നു ഇതാണ് വിമാനം എന്ന്. നാസയ്ക്കും ഇസ്രോന് പോലും ഇങ്ങനെ ഒരു ഡെഫിനേഷൻ എഴുതാൻ പറ്റിയിട്ടില്ല വിമാനത്തിൻ്റെ. അവർക്ക് ആ ജ്ഞാനം എവിടുന്ന് കിട്ടി പറയൂ? ഒരു ബ്രഹ്മജ്ഞാനം മാത്രമേ അവർക്ക് അറിയുള്ളൂ, ഒരേ ഒരു ബ്രഹ്മജ്ഞാനം മാത്രം. കസ്മിൻ നു ഭഗവോ വിജ്ഞാതേ സർവമിതം വിജ്ഞാതം. അപ്പൊ ശരിക്ക് വേദ്യ എന്ന് വെച്ചാൽ അറിയപ്പെടേണ്ടവൻ. ആരാ അറിയപ്പെടേണ്ടവൻ? ദി ഓൺലി വൺ ടു ബി നോൺ, ഹാവിങ് നോൺ വിച്ച് all other things will become known. ഏതൊന്ന് അറിഞ്ഞാലാണോ എല്ലാ അറിവുകളും നമുക്ക് കിട്ടുക, ആ അറിവാണ് വേദ്യ എന്ന് പറയുന്നത്. അതാണ് അറിയേണ്ടവൻ, അറിയേണ്ട വസ്തു അതാണ്. ദാറ്റ് ഈസ് എ സബ്ജക്റ്റ് മാറ്റർ. കാരണം അത് ഒബ്ജക്റ്റ് അല്ല, അത് സബ്ജക്റ്റാണ്. സബ്ജക്റ്റീവ് സ്റ്റഡി, സബ്ജക്റ്റീവ് സയൻസാണ്. അതുകൊണ്ട് ആ സബ്ജക്റ്റീവ് സയൻസ് നമ്മൾ പഠിച്ച സബ്ജക്റ്റിവിറ്റി മനസ്സിലാക്കിയാൽ പിന്നെ ഒബ്ജക്റ്റിവിറ്റിയിൽ പ്രൊജക്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതാണ് വേദ്യ എന്നുള്ള നാമത്തിൻ്റെ ഒരു രണ്ടാമത്തെ വ്യാഖ്യാനം. അപ്പോൾ നമുക്ക് തൽക്കാലം ഇവിടെ ഇന്നത്തെ നിർത്താം. ലളിതാ സഹസ്രനാമത്തിലും ഇതിൻ്റെ ഒരു അർത്ഥം വരുന്ന നാമം പ്രതിപാദിക്കുന്നുണ്ട്. വേദവേദ്യ എന്ന് പറയുന്നുണ്ട്. വേദവേദ്യ, വേദത്തിലൂടെ അറിയപ്പെടുന്നവൾ, അറിയപ്പെടേണ്ടവൾ. അവിടെ വേദ്യ എന്നുള്ള വാക്ക് വരുന്നുണ്ട്. വിശ്വാധിക വേദവേദ്യ വിന്ധ്യാചലനിവാസിനി എന്നുള്ള നാമത്തിൽ വേദവേദ്യ. വേദ്യ എന്നുള്ള വാക്ക് ദേവിക്ക് അവിടെ സൂട്ടബിളായിട്ട് ലളിതാ സഹസ്രനാമത്തിലും കൂടി നമ്മൾ പറയുന്നുണ്ട്. ഇതാണ് വേദ്യ എന്നുള്ള നാമം. ഇനി അടുത്ത നാമം നമുക്ക് നാളെ എടുക്കാം. അതുവരെ എല്ലാവർക്കും ഹരി ഓം വിത്ത് മലയാളം ന്യൂ ഇയർ ഗ്രീറ്റിംഗ്സ്. ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമദുച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഭവാനേ രക്ഷിക്കണേ.